ഹലോ, ഹലോ. എന്തായി ആ, ടാറ്റു അടിച്ചോ? ഇല്ല ഏട്ടാ. പിന്നെ അത് പിന്നെ പോയില്ലേ നീ? പോയി ഷിജോയിന്റെ ഒപ്പരാ വന്ന. ആ, അപ്പൊ ആ, അവളില്ലേ? ഇല്ല ഇല്ല അവളില്ല. ആ, അവക്കെന്തോ തിരക്കാ. അവള് പറഞ്ഞ് ഇവനെ കൂട്ടിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പോവാത്ത പിന്നെ? അല്ല, ടാറ്റു അടിക്കാൻ പോവാൻ നോക്കുന്നതിന്. അപ്പൊ ഷിജോയ് പറഞ്ഞ് അവന്റെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇതിന്റെ അടുത്ത്, അവിടെ കേറിയിട്ട് പോകാന്ന് പറഞ്ഞു. ആ, ആ, ഇനി ഇവിടെ വന്നതാ. എന്നിട്ട് എന്താക്കുന്ന? ഇവിടെ വന്നപ്പോ എല്ലാം കഴിഞ്ഞു പോയി. ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ കയ്യിൽ പോയിന്ന് നീ പറയുന്നത്? ഏട്ടനറിയില്ല എങ്ങനെ എടുക്കുമെന്ന്. അല്ല, എനിക്ക് മനസ്സിലായി. എന്തായാലും ടോട്ടലായിട്ട് പോയോ? ആ, ഷിജോയ് പറഞ്ഞ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ്. അപ്പൊ പിന്നെ ഓരോന്ന് സംസാരിച്ചിരുന്നപ്പോ അങ്ങനെ ഇതായി. എന്ത് ഇവിടെ സംസാരിച്ച്? കടന്നിട്ടാണ്. ടാറ്റു അടിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു? ആ, അങ്ങനെ ഇഷ്ടാണോ ടാറ്റു നീ അടിക്കുന്ന നീ ഇഷ്ടാണോ? സത്യം പറ. ആ, അങ്ങനെ തന്നെ. ആദ്യം എൻ്റെ അടുത്ത് ഗസ്റ്റ് ഹൗസ് കാണിച്ചുതരാന്ന് പറഞ്ഞാ വന്നത്. ഇത് ഇപ്പൊ ഇവിടെ ഉണ്ട്, അവൻ എൻ്റെ അടുത്തുണ്ട്. ഇന്ന് കോളിലാണുള്ളത്. എന്നിട്ട് അപ്പൊ പിന്നെ വന്നപ്പോ ആദ്യം ഇങ്ങനെ റൂമും ഇതെല്ലാം കാണിച്ചു തന്ന്, പിന്നെ കുറച്ച് സംസാരിച്ചിരുന്നു, പിന്നെ അങ്ങ് കഴിഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഏ എപ്പോഴായാലും ചെയ്യേണ്ടത് തന്നെയല്ലേ, പിന്നെന്താ കുഴപ്പമോ? ഞാൻ പറഞ്ഞ അവളില്ലാണ്ട് അങ്ങനെ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അതൊന്നും കുഴപ്പമില്ല, വേണേ അവളുടെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, അത് കുഴപ്പമില്ല. അല്ല, ഉം. അപ്പോ അവക്കറിയോ? ആ, അവൾക്കറിയാം. എനിക്ക് തോന്നിപ്പോ അവളെയാന്ന് തോന്നുന്നു വിളിക്കുന്നത്. എന്നിട്ട് എന്തൊക്കെ നടന്ന്? എല്ലാം നടന്നു. അവന്റെ എല്ലാം കയ്യിലെല്ലാം കരുതിയിട്ടാ വന്നിന്. ആ, ഞാനൊന്നും പ്ലാൻഡ് അല്ല. ആ. എനിക്ക് തോന്നുന്നു അവൻ ഫുൾ പ്ലാൻഡാ. ഞാൻ വിളിച്ചപ്പോ തന്നെ എല്ലാം ശരിയാക്കിയിട്ടാ വന്നതെന്ന് തോന്നുന്നു. അപ്പൊ നിനക്ക് അറിയായിരുന്നു ഇത് നേരത്തെ? ഇല്ല, എനിക്കറിയില്ല. ഏ ഞാൻ ടാറ്റു അടിക്കണം എന്നുള്ള ഫുൾ മൈൻഡ് ആ ഒരു രീതിയിലാ വന്നത്. നീ സത്യം പറ. അതെ, ഞാൻ ടാറ്റു അടിക്കണം എന്നുള്ള ആ ഒരു ഇതിലാ വന്നത്. അപ്പോ ഗസ്റ്റ് ഹൗസ് കയറാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. അപ്പൊ പിന്നെ ഇവിടെ വന്നപ്പോ പിന്നെ ഏട്ടനെ അറിയാലോ, എനിക്കിപ്പോ തീരെ കൺട്രോൾ ഇല്ല. അതുകൊണ്ട് കയ്യിൽ പോയി. നീ പോടിയായിരുന്നു. ഏട്ടന് വിശ്വാസമില്ല, ഞാൻ വീഡിയോ കോൾ ചെയ്യണോ? വീഡിയോ കോളൊന്നും ചെയ്യണ്ട. ഞാനിപ്പോ എല്ലാവരും എടുത്താല് അത് ശരി. കുറച്ച് കഴിഞ്ഞാൽ പോയിരിക്കും. ഒരു ക്ഷീണം പിടിച്ച് കിടന്നിനോ. അപ്പൊ അതിന് മാത്രമൊക്കെ സംഭവമാണോ ആ, ഉണ്ടായി? ഇനിയിപ്പോ ടാറ്റു അടിക്കുന്നതിനുള്ള ക്ഷീണം വേറെ ആയിരിക്കും. അത് സഹിക്കാൻ പറ്റുമോന്നറിയില്ല. എന്താ എനിക്ക് അത്രയും ക്ഷീണമായി? ആ, ഇവൻ കാണുന്നത് പോലെയൊന്നും അല്ല. ഉം. നല്ല പവറുണ്ട്. മുഖമൊക്കെ ഉണ്ടാവും. എന്നെക്കാളുണ്ട്. കുറച്ച് കൂടുതലാണ്. ശ്ശേ. ഉം. എന്നിട്ട് നീ വീഡിയോ ഒന്നും എടുത്ത് വെച്ചില്ലേ? ഇല്ല, എല്ലാം പെട്ടെന്ന് അതുകൊണ്ടൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഏട്ടന് കാണുന്ന ഒന്നും കൂടി ചെയ്യാം, വീഡിയോ എടുക്കും. അപ്പൊ ഇപ്പൊ എത്ര പ്രാവശ്യം? ഇപ്പൊ ഒരു 3 തവണ അങ്ങനെ ആയിട്ടുണ്ട്. 3 തവണയോ? ഉം. നീയാ? ഉം. കുറച്ച് റെസ്റ്റ് എടുക്കും, പിന്നെയും റെസ്റ്റ് എടുക്കും, അങ്ങനെ. കരഞ്ഞോ നീ? ഇല്ലേ, ഏട്ടൻ തന്നെ അറിയിട്ട്. ഞാൻ കരയൊന്നുമില്ല. അതെന്താ കരയാഞ്ഞേ? ഇതൊന്നും ഇപ്പൊ കരയാനൊന്നുമില്ല, അതിലൊരു സുഖല്ലേ. കരയാനൊന്നുമില്ല എന്നാ? നീ എനിക്ക് നല്ലോണം അറിയുന്നതാണല്ലോ.
ആരാ വിളിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാനാന്ന് പറ. ശരിക്കും പറ, അവരിപ്പോ ഫോൺ വിളിക്കുവാണോ ചെയ്തത്, അല്ലേ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം? അല്ലല്ല, അവളാന്ന് തോന്നുന്നു കോള് വന്നിട്ട് പോയതാ. ഒരു മിനിറ്റേ. ഉം. ആ, അപ്പൊ നീ ക്ലീൻ ആക്കിയായിരുന്നല്ലോ. ഇല്ല, എനിക്കറിയില്ലാലോ. ഞാനത് തീരെ വിചാരിക്കുന്നില്ല. പിന്നെ ഏട്ടൻ പറഞ്ഞിട്ടില്ല അന്ന് എന്തോ ഡിസൈൻ ചെയ്യണമെന്നല്ല, അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതോടെ അതും ആ. വെച്ചെല്ലാം നടന്നു. ഉം. ഇത് അവന് ഇഷ്ടായോ? ആ, ഇഷ്ടായി. അതുകൊണ്ടല്ലേ മൂന്നോട്ടം ചെയ്ത്. അവന്റെ ഇഷ്ടായോ? ആ, എല്ലാരും കാണുമ്പോ വേറെ വേറെ. എല്ലാവരും കാണുമ്പോ വേറെ വേറെ. ഇവന്റേത് കുറച്ച് ഫോറിൻ ടച്ച് ഉണ്ടോന്ന് സംശയം. ഏത് ഫോറിൻ ടച്ച്? ഏതാന്ന് എനിക്ക് തോന്നിയേ? അല്ല, വീഡിയോസ് എല്ലാം കാണുന്ന പോലത്തെ. അത് ഏത് കൺട്രി ആയിട്ടാ തോന്നിയെന്ന്? അങ്ങനെ പറയാന്നെങ്കിൽ വേദനയൊന്നും ഉണ്ടായില്ല? അങ്ങനെയൊന്നും ഇല്ല. ഇല്ല, വേദനയൊന്നും ഇല്ല. സമ്മതിച്ചു തന്നെ. ഉം. ആ കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ച്. അപ്പൊ ആള് ഭയങ്കരമായിട്ട് മാറിപ്പോയല്ലേ നീ? അതേട്ടന് വന്നാ തരും. പിന്നെ അവനെ ബാക്കി വെക്കണം കേട്ടോ, അതേപോലെ പറഞ്ഞേക്കണം. അതിപ്പോ അവനോട് കൂടി പറയേണ്ടി വരും. എന്താ, അവൻ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ? ആ, അവൻ കാണുന്ന പോലെ ഒന്നല്ല. ആള് ഭയങ്കര മെടുക്കാനാ. ഭയങ്കരല്ലോ. അപ്പൊ ഇനി എത്ര മണിക്കാ ഇനി വീട്ടിലേക്ക് പോന്നേ? അവന് അത് പറ. അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ച് നിന്നാ പറഞ്ഞ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന. അവൻ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് എടുത്ത് വെച്ചിന് ഉം. ഉച്ചക്കാന്ന് എടുത്ത് വെച്ചപ്പോ നമ്മൾ രാവിലെ ഇറങ്ങിയത്. ഉം. അപ്പൊ ഉച്ചക്ക് പോയാ മതി, ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. എന്തൊക്കെയാ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാണുന്നവര് വിചാരിക്കും ഞാൻ എന്റെ ഭാര്യക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കില്ല. എനിക്ക് ഫുൾ സ്വാതന്ത്ര്യമല്ലേ. അല്ല, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ടേ. ശരി. ആദ്യമൊന്നും നീ പുറത്തിറങ്ങാത്തോണ്ട് ആൾക്കാർ വിചാരിക്കും ഒരു സ്വാതന്ത്ര്യമില്ല, ഞാൻ പിടിച്ച് ചങ്ങല കിട്ടാം. ഭയങ്കര സന്തോഷത്തിലല്ലേ? പിന്നെ ഈ ഒരു സമയത്ത് സന്തോഷായിരിക്കൂലേ ഉണ്ടാവോ? നല്ല ക്ഷീണം ഉണ്ട്, എനിക്ക് ഉറക്കല്ല വരുന്നു. ഉറങ്ങിയിട്ട് ഇനി വീട്ടിൽ കയറാനങ്ങ് മറന്നു പോയി. ഇനി ഇടക്കിടക്ക് അവിടെ എത്തുവോ? എവിടാ? അവിടെ ഇല്ല ഇല്ല ഇല്ല. നല്ലോണം ദാഹിക്കുന്നുണ്ട്, കുറച്ച് ദൈവത്തിനറിയാം. വെള്ളം കുടിക്കട്ടെ. ഏ? നല്ല ദാഹിക്കുന്നുണ്ട്, വെള്ളം കുടിക്കട്ടെ. ആ, മനസ്സിലായി നിന്റെ ദാഹം. നാട്ടനെ രാത്രി വിളിച്ചാ പോരെ? ആ, എപ്പോഴെങ്കിലും വിളിക്ക്. ടാറ്റു അടിക്കുമ്പോ വീഡിയോ കോൾ ചെയ്യണോ? ടാറ്റു അടിക്കുമ്പോ എന്തിനാ? നീ അടിച്ചിട്ട് ഫോട്ടോ അയച്ചാൽ മതി. എന്നാ വീട്ടിലെത്തിയിട്ട് വിളിക്കാം.